ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങിയ സ്വകാര്യ ബാങ്ക് ജീവനക്കാരിയായ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഞെട്ടൽ മാറാതെ കുടുംബം. ഗുജറാത്തിലെ അമറേലി ജില്ലയിലെ IIFL ബാങ്ക് ജീവനക്കാരിയായ ഭൂമിക സൊറാത്തിയെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. 25 വയസ്സായിരുന്നു. ബാങ്കിനുള്ളിൽ വെച്ച് കീടനാശിനി കഴിച്ചാണ് യുവതി ജീവനൊടുക്കിയത്. ബാങ്കിൽ നിന്ന് ഭൂമികയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തി. ടെലിഗ്രാം കേന്ദ്രീകരിച്ചുള്ള ഓൺലൈൻ തട്ടിപ്പിൽപ്പെട്ട യുവതി കടക്കണിയിലാവുകയായിരുന്നു. ടെലിഗ്രാം അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നയാൾക്കെതിരെ അന്വേഷണം ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച 10:30ഓടെയാണ് ഭൂമിക ബാങ്കിനുള്ളിൽ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യാ ശ്രമം നടത്തിയ ഉടനെ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരിക്കുന്നതിന് മുമ്പ് ഭൂമിക അമ്മയോട് 28 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെന്നും ഈ സമ്മർദ്ദം താങ്ങാനാവില്ലെന്നും പറഞ്ഞു എന്നാണ് സൂചന. മാതാപിതാക്കൾക്ക് എഴുതിയ കത്തായിട്ടാണ് ആത്മഹത്യാക്കുറിപ്പ് ഭൂമിക തയ്യാറാക്കിയത്. ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. അമ്മയോടും അച്ഛനോടും എനിക്ക് ഒരു പരാതിയുമില്ല. എനിക്ക് 28 ലക്ഷത്തിന്റെ കടമുണ്ട്. അത് തിരിച്ചടയ്ക്കാൻ കഴിയില്ല. അതിനാലാണ് ഇത്തരമൊരു വഴി സ്വീകരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേർക്കും നല്ലൊരു ജീവിതത്തിനായി ഞാൻ ശ്രമിച്ചു. എന്നാൽ എല്ലാം തകിടം മറിഞ്ഞു. ഷൈൻ.com എന്ന കമ്പനിയിലാണ് കടബാധ്യതയുള്ളത്. നഷ്ടമായ തുക എന്റെ മരണത്തിന് ശേഷം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കണം. IIFL ബാങ്കിലുള്ള തന്റെ 5 ലക്ഷം രൂപ മാതാപിതാക്കൾ വാങ്ങണം. PFും പിൻവലിക്കണം എന്നാണ് യുവതി ആത്മഹത്യാക്കുറിപ്പിൽ വിശദീകരിക്കുന്നത്. ഒടുവിലായി തന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവസാനമായി കെട്ടിപ്പിടിക്കണമെന്നും ഇതാണ് തന്റെ അവസാന ആഗ്രഹമെന്നും യുവതി ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഈ കുറിപ്പ് കണ്ടെത്തിയതിന് പിന്നാലെ മരണത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. ടെലിഗ്രാം കേന്ദ്രീകരിച്ചുള്ള ഓൺലൈൻ ടാസ്ക് തട്ടിപ്പിലാണ് ഭൂമിക അകപ്പെട്ടതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി. 500 രൂപയുടെ ടാസ്ക് പൂർത്തിയാക്കിയാൽ 700 രൂപ തിരിച്ചു നൽകുമെന്ന് പറഞ്ഞാണ് ആദ്യം ഭൂമിക ടെലിഗ്രാം ഗ്രൂപ്പിന്റെ അംഗമായത്. ആദ്യമൊക്കെ ചെറിയ തുക പ്രതിഫലമായി ലഭിച്ചതിന്റെ വിശ്വാസത്തിൽ വലിയ തുകകൾ നിക്ഷേപിക്കുകയായിരുന്നു. ഇതോടെ ഭൂമിക 28 ലക്ഷത്തിന്റെ കടബാധ്യതയിലാകുകയായിരുന്നു. തുക നൽകുന്നതിനായി ഓൺലൈനിൽ വായ്പയെടുത്താണ് കടബാധ്യത വരുത്തിയതെന്നാണ് സൂചന. കൂടുതൽ തുക തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ നിക്ഷേപിക്കാൻ തട്ടിപ്പ് സംഘം ആവശ്യപ്പെട്ടതോടെ കൂടുതൽ തുക കടം വാങ്ങുകയായിരുന്നു. സമ്മാനം ലഭിച്ച തുകയെന്ന പേരിൽ വ്യാജ രസീതുകളും തട്ടിപ്പ് സംഘം യുവതിക്ക് അയച്ചു കൊടുത്തിരുന്നു. സംഭവത്തിൽ ഭൂമികയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കേസിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ഇങ്ങനെ ഓൺലൈൻ ലോൺ എടുക്കുക വഴി നിരവധി പേരാണ് കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യയുടെ വക്കിലെത്തിയവരും നിരവധി പേരാണ്. അതിൽ ഒരാൾ മാത്രമായി ഭൂമിക അവശേഷിക്കുകയാണ്. എന്തായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഭൂമികയുടെ മാതാപിതാക്കളുടെ മൊഴിയും രേഖപ്പെടുത്തും.